ഒരിക്കൽ കൂടി കരങ്ങളൊക്കെ അടിച്ച് എൻ്റെ കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. എത്ര പേർക്ക് ഇന്ന് സന്തോഷമുണ്ട്? ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓടി. അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഇന്ന് ഒരു ദിവസത്തെ അഭിഷേകമാണ്. ഇന്ന് വരാതിരുന്ന ആർക്കാണ്ട് വേണ്ടിയൊക്കെയോ ദൈവം ഒരു വിടുതൽ ഒരുക്കി വെച്ചിരുന്നു, അതവർക്ക് നഷ്ടപ്പെട്ടു പോയി. ആമേൻ. എന്നാൽ വന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇന്നിപ്പോൾ സാക്ഷി പറഞ്ഞ സഹോദരി, എവിടെയാണ് സഹോദരി ജോലി ചെയ്യുന്നത്? എവിടെയാണ്? രാജസ്ഥാനിൽ. ആ സിസ്റ്റർ 3 ആഴ്ചയായുള്ള ഈ ചർച്ചയിൽ വന്നിട്ട് അടുത്ത ആഴ്ച അവർ തിരിച്ച് ജോലിക്ക് പോവുകയാണ്. ഒരു വലിയ കേസിൻ്റെ അകത്ത് ആ സഹോദരി അകപ്പെട്ടു പോയി. അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചർച്ചിൽ കടന്നു വന്നത്. ഇതുവരെ ആർക്കും കേസ് കൊടുക്കാൻ കർത്താവ് അനുവദിക്കാതെ ആ മകളെ കർത്താവ് മാനിച്ചു. സിസ്റ്റർ, നിങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയും, ആ കേസ് സ്വർഗം ഒഴിവാക്കിയെന്ന്. ആമേൻ. അത് വിശ്വസിക്കുന്നവർ ആ സഹോദരിക്ക് വേണ്ടി എന്ന കാര്യങ്ങളൊക്കെ അടിച്ച് ഒരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനത്തിലോട്ട് കടന്നു വരാം. യേശു കർത്താവിൻ്റെ സ്നേഹവന്ദനം ഈ മീഡിയയിൽ കൂടെ എന്നെ കാണുന്നവർ, ഇവിടെ നിന്ന് എന്നെ വീക്ഷിക്കുന്നവർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം തൊട്ട് നിങ്ങളെന്നെ അനുഗ്രഹിക്കുന്നു. ജീസസ് ഫെലോഷിപ്പ് മിനിസ്ട്രിയുടെ സ്നേഹവന്ദനത്തിനെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, നമുക്ക് പലതും കാണാൻ കഴിയും, പല കാര്യങ്ങളും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. എന്നാൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദൃശ്യ മണ്ഡലങ്ങളിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഈ ശ്വസിക്കുന്ന വായുവിൻ്റെ അകത്ത് എന്തെല്ലാം ബാക്ടീരിയകളുണ്ടെന്നറിയാം. ഒരു മനുഷ്യനെ കൊന്നുകളയുവാൻ തക്ക ബാക്ടീരിയകൾ അടങ്ങിയ ഈ എയറിൽ കൂടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതാണ് നമ്മൾ ശ്വസിക്കുന്നത്. ആമേൻ. എന്ന് പറഞ്ഞതുപോലെ ദുഷ്ടന്റെ ചില പ്രവൃത്തികൾ പലത് നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷേ കാണാൻ പറ്റാത്ത അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾ കാണാത്ത അന്ധകാര ശക്തിയുടെ ഒരു കൂട്ടായ്മയുണ്ട്, ഒരു വലിയ സൈന്യമുണ്ട്. ആ സൈന്യം ആഗ്രഹിക്കുന്നത് വ്യക്തികളെ കൊല്ലുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കടഭാരം കൊണ്ടിടുക, രോഗം കൊണ്ടിടുക, അവരെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുക. ഇങ്ങനെ നികൃഷ്ടകരമായ രീതിയിൽ മനുഷ്യനെ കൊന്നടുക്കുന്ന ഒരു സൈന്യം നമുക്ക് കാണാത്ത അദൃശ്യ മണ്ഡലങ്ങളിലുണ്ട്. എന്നിട്ടും ഇന്നും ജീവനോട് ഈ കസേരയിൽ വന്ന് നിങ്ങൾ ഇരിക്കുന്നില്ലയോ? സ്തോത്രം. ഇത്രയും ദുഷ്ടാത്മ സേനയുടെ ഒരു വലിയ സൈന്യത്തിൻ്റെ മധ്യത്തിൽ കൂടെ നിങ്ങൾ ജീവിച്ചിട്ടും ഇന്നും മരണപ്പെടാതെ ജീവനോട് നിങ്ങൾ ഈ കസേരയിൽ ഇരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പ് പറയാം, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു തമ്പുരാൻ സ്വർഗത്തിലുണ്ട്. ആമേൻ. സ്തോത്രം. പലപ്പോഴും നിന്റെ പുറകിൽ മരണം വന്നത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ വാഹനം ഓടിക്കുമ്പോൾ, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ, നിങ്ങൾ നടക്കുമ്പോൾ, പോകുമ്പോൾ അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ട സൈന്യം ഒരപകടമുണ്ടാക്കാൻ പദ്ധതി ഇട്ടതാണ്. പക്ഷേ ഞാനും നീയും അറിയുന്നതിന് മുമ്പേ സ്വർഗം അതിനെ റൂട്ട് മാറ്റിവിട്ടു. ആ ഒരു നല്ല തമ്പുരാനെ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കരങ്ങൾ അടിച്ച് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ദിവസം, അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഇരുട്ടാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും, ഇതിൻ്റെ അകത്തൊക്കെ വ്യാപരിക്കുന്ന ദുഷ്ടസേനകളുണ്ട്. അതിൻ്റെ പാൽക്കാലം നിങ്ങൾ മറന്നു പോകരുത്. ഈ ദുഷ്ടസേനയ്ക്കകത്ത്
ഒരു തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും നിന്റെ ജീവനെ നിലനിർത്തിയത് നീ വിശ്വസിക്കുന്ന തമ്പുരാൻ നിന്റെ പുറകിൽ നിന്നത് കൊണ്ടാ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ഇത് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് തമ്പുരാനുള്ള സ്നേഹം വർദ്ധിക്കുന്നത്. ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ ആയിട്ടല്ല എൻ്റെ വണ്ടി ഇതുവരെയും എങ്ങും മുട്ടാതെ ഞാൻ സുരക്ഷിതനായിരിക്കുന്നത്. എൻ്റെ കഴിവ് കൊണ്ടല്ല, പക്ഷേ എൻ്റെ കഴിവില്ലായ്മയിൽ തമ്പുരാൻ്റെ കഴിവ് തികഞ്ഞു വരും. ആ തമ്പുരാൻ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നും ആരോഗ്യത്തോടെ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ അകത്ത് വരുന്ന ചെറിയ പ്രശ്നങ്ങൾ കണ്ട് അയ്യോ പൊത്തോന്ന് നിങ്ങൾ പറയരുത്. അതൊരു വിശ്വാസിയുടെ ലക്ഷണമേ അല്ല. ഹല്ലേലൂയ. ഒരു ദിവസം നിന്റെ കൺമുമ്പിൽ നിന്റെ റിലേറ്റീവ്, നിന്റെ നാട്ടുകാർ, ആയിരക്കണക്കിന് ജനങ്ങളെ ശത്രു കൊന്നു തള്ളുമ്പോൾ ഇന്നും നീയും നിന്റെ തലമുറയും ജീവനോടിരിക്കുമ്പോൾ ആ ജീവനോടിരിക്കുന്ന തമ്പുരാന് മഹത്വം കൊടുത്തോണം. ഇടയ്ക്കൊരു മുട്ടുവേദന വന്നെന്ന് പറഞ്ഞ്, ഇടയ്ക്കൊരു തലവേദന വന്നെന്ന് പറഞ്ഞ്, ഇടയ്ക്കൊരു ഡെങ്കിപ്പനി വന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ പരിതപിക്കാൻ പാടില്ല. അതൊരു അവിശ്വാസിയുടെ ലക്ഷണമാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവിക പവറുണ്ട്. ഇന്ന് ചില അത്ഭുതങ്ങളെ സ്വർഗം വെളിപ്പെടുത്താൻ പോവുക. ഹല്ലേലൂയ. അപ്പോൾ ഈ അന്ധകാര ശക്തികളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വർഗം നമുക്കുണ്ട്. അതിനായി ഒരിക്കൽ കൂടി കരങ്ങൾ അടിച്ച് ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ സിസ്റ്റർ എന്താ ചെവി പറഞ്ഞ്, ഈ പുതുതായിട്ട് വന്ന സിസ്റ്റർ കരവ് നിർത്തിക്കേ. എന്നോട് ഏതാണ്ട് പറഞ്ഞായിരുന്നല്ലോ. പേരാണോ പറഞ്ഞേ? എന്തായിരുന്നു പേര് പറഞ്ഞേ? ആലീസോ? റാണി സിസ്റ്റർ. ഓക്കെ. എന്തായാലും എന്നെ വിളിച്ചതല്ലേ, ഒന്ന് എഴുന്നേറ്റ്. നിങ്ങൾ എന്നെ വിളിച്ചെങ്കിൽ തമ്പുരാൻ എന്തോ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അവിടെ നിൽക്കേ. ഹല്ലേലൂയ. അപ്പോൾ ഈ അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന വേണ്ടാത്ത ചില സാന്നിധ്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയാം, നിന്റെ തലമുറ ഒരിക്കലും ഗതി പിടിക്കാതെ പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. ആമേൻ. ഇന്ന് അല്പം കുഴച്ചിലാണെങ്കിലും അവനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വർഗമുണ്ടെന്ന് മാതാപിതാക്കൾ വിശ്വസിച്ചാൽ നാളത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി സ്വർഗം അവനെ ഉയർത്തും. വിശ്വസിക്കുന്നവർ മാത്രമേ കരം അടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാവൂ. സിസ്റ്റർ വന്നതേ തലമുറയുടെ പ്രശ്നമായിട്ടല്ലേ വന്നേ? ആ മൈക്ക് കൊടുത്തേ. ഈ തലമുറ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാരമാണ്, ഒരു പ്രശ്നമാണ്. ഇവിടെ കർത്താവ് നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. ആണോ? കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഒന്നാമത്തെ വിഷയം ആ കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുന്നില്ല, അങ്ങ് ഡിലേ ആയി പോവാ. ആണോ? മോനിപ്പോ എത്ര വയസ്സായി? 34 വയസ്സായി. ഇപ്പൊ ഒരു കുഞ്ഞാകേണ്ട സമയമായി, പക്ഷെ കല്യാണം നടക്കുന്നില്ല. ആമേൻ. ആ വിവാഹം പെട്ടെന്ന് നടക്കാൻ പോകുക. ഒരു സ്തോത്രം പറ. ആമേൻ. കരമടിച്ച് ഞാൻ അവരോട് ദൂത് പറയുമ്പോൾ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്ന നിനക്ക് വേണ്ടി കൂടാണെന്ന് ഏറ്റെടുത്തോണം. അമ്മ ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പേ കല്യാണം അങ്ങ് നടക്കും കേട്ടോ. ഹല്ലേലൂയ. ജിതിൻ ആരാണ്? ജിതിൻ ആരാത്? മോനാ? കർത്താവ് ഇവിടെ ശ്രദ്ധിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോയ മകന്റെ മുകളിൽ. സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ.
ഈ 2025 കഴിയുന്നതിന് മുൻപേ അവൻ്റെ വിവാഹം നടക്കുന്നുവെന്ന് സ്വർഗം ദൂത് പറയുന്നു. അത് വിശ്വസിക്കുന്നവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ആ അമ്മയ്ക്ക് വേണ്ടി, ആ മകന് വേണ്ടി ഒന്ന് കരമടിച്ച് റംഭ ലബ ശബബബബ ഹല്ലേലൂയ. മോളെവിടാ? ഓസ്ട്രേലിയയില. ആ, ഒരു ജോലി സ്ഥിരപ്പെട്ട് കിട്ടിയിട്ടില്ല, ഒരു പെർമനന്റ് ജോലി കിട്ടിയിട്ടില്ല, അല്ലയോ? വാ തുറന്നു പറ. ആന്നു. സ്വർഗം പറയുന്നു വളരെ പെട്ടെന്നൊരു പെർമനന്റ് ജോലി ആ ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ മകൾക്ക് വേണ്ടി കർത്താവ്. ഓ, കരങ്ങൾ നല്ലപോലെ ചേർത്തടിച്ചെന്റെ കർത്താവിന് നല്ലൊരു മൗത്വം കൊടുക്ക. ആമേൻ. നിങ്ങളുടെ കുടുംബത്തിന്റെ അതെ ഹണി ആരാ? ഹണി മോളാണോ? ഇത് ഒരു ബന്ധവുമില്ലാത്ത പേരാണല്ലോ പിള്ളേർക്ക് ഇട്ടേക്കുന്നത്. സ്തോത്രം. പക്ഷേ നിങ്ങളുടെ മകനാണെങ്കിലും മകളാണെങ്കിലും എന്നോട് കർത്താവ് പറയുന്നു, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പേ അവരനുഗ്രഹിക്കപ്പെടാൻ പോകുക. നിന്റെ മകൻ്റെ വിവാഹം നടക്കും. നിന്റെ മകൾക്ക്, ഹണിമോൾക്ക് തമ്പുരാൻ ഒരു പെർമനന്റ് ജോലി, ഒരു സർക്കാർ ജോലി കൊടുക്കുന്നത് സ്വർഗം കാണുന്നു. ഹല്ലേലൂയ. പണ്ട് ഇവിടെ നിന്നുകൊണ്ടൊരു ദൂത് പറഞ്ഞ് പാരീസിൽ ഒരു മകന് വേണ്ടി ദൈവം വഴി തുറക്കുന്നെന്ന്. അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ് പത്തനംതിട്ടയാണെങ്കിലും കോട്ടയത്താണെങ്കിലും പാരീസിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി തമ്പുരാൻ അവിടെ ഇടപെടുമെന്ന് പറഞ്ഞു. അത് തന്നെ ഞാൻ വിളിച്ചു പറയട്ടെ. തമ്പുരാൻ ഓസ്ട്രേലിയയിൽ നിന്റെ മകൾക്ക് വേണ്ടി ഇടപെട്ട് കഴിഞ്ഞു. ഓ, സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് എന്റെ ദൈവത്തിന് മൗത്വം കൊടുക്കുക. ഹല്ലേലൂയ. അമ്മ ഇവിടെ സാക്ഷ്യമായിട്ട് വരാൻ പോവുക കേട്ടോ. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പോവാ. ഇരുന്നാട്ട് കരങ്ങളൊക്കെ നല്ലതുപോലെ ചേർത്തടിച്ച് എൻ്റെ ദൈവത്തിനൊരു മൗത്വം കൊടുത്താട്ടെ നല്ലതുപോലെ. അപ്പോൾ അദൃശ്യ മണ്ഡലങ്ങളിൽ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന അന്ധകാര ശക്തികളുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു തമ്പുരാനുമുണ്ട്. രാമേൻ പറയാൻ പറ്റുമോ? ആമേൻ. നമുക്കൊരു ഭാഗം വായിക്കാം. സങ്കീർത്തനം 91:5. ശ്രദ്ധിച്ച് കേൾക്കണം. രാത്രിയിലെ ഭയത്തെയും, എന്താണ്? രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും. എൻ്റെ വാക്യമേഴ്, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുക്കുകയില്ല. സന്തോഷമുള്ളവർ ഒരു കരമടിച്ച് കർത്താവിന്റെ മൗത്വം കൊടുത്താട്ടെ. കണ്ടോ? അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒന്ന് രാത്രിയിലെ ഭയം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നിന്നെ ഭയപ്പെടുത്തുന്ന അന്ധകാര ശക്തികളുടെ ഒരറ്റാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. രാമയെ പറയാൻ പറ്റുമോ? നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴും നിങ്ങൾ രാത്രിയിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിന്നെ തള്ളിയിടുവാൻ, നിന്നെ കൊന്നുകളയുവാൻ, നിന്നെ ഭയപ്പെടുത്തുന്ന അന്ധകാര ശക്തിയുടെ ദുരാത്മാവിന്റെ ഒരു വ്യാപാരമുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് ആർക്കെങ്കിലും ഭയമുള്ളവരുണ്ടോ? ആർക്കെങ്കിലും ഭയമുള്ളവരുണ്ടെങ്കിൽ ഇപ്പം കരമുയർത്തിക്കോ. ആമേൻ. സിസ്റ്റർ എഴുന്നേറ്റ് റബന ഷബ ബാബ. അല്ല, അവിടെ ഭയമുണ്ടെന്ന് പറഞ്ഞ കരമുയർത്തിയ ആള്. സിസ്റ്ററെ, സ്വർഗം എന്നോട് പറഞ്ഞു, ഈ ഭയം വന്നത് ഒരു നിരാശ കാരണമാണ്. നീ ആഗ്രഹിച്ചത് നടക്കാതെ പോയ ഒരു നിരാശ, നാളെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് പറയുന്ന ഒരു നിരാശ. ആ നിരാശ നിന്നെ ഭയത്തിലോട്ട് തള്ളിയിട്ടു. സ്തോത്രം. ഇത് ദുഷ്ടന്റെ ഒരു പദ്ധതിയാണ്. എന്നോട് കർത്താവ് പറയുന്നു, നിന്റെ നിരാശയെ പൊട്ടിക്കുന്ന ഒരു ദൈവിക അഭിഷേകം ഇന്ന് പകൽക്കാലം വീഴാൻ പോകുക. ഓ, അത് വിശ്വസിക്കുന്നവർ ആ മകൾക്ക് വേണ്ടി ഒന്ന് കരമടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ യേശുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിച്ചാട്ടെ. നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ രാത്രികാലങ്ങളിൽ ഭയപ്പെടുത്തുന്ന രാത്രിയുടെ ഇരുട്ടിന്റെ സാന്നിധ്യം യേശുവിൻ്റെ നാമത്തിൽ അത് റിസീവ് ചെയ്തോണം. ഞാൻ നിനക്ക് വേണ്ടി നിന്റെ മുകളിൽ ദൈവത്തിന്റെ ശക്തിയെ അയക്കാൻ
പറയാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവളെ ഭയപ്പെടുത്തുന്ന, അവളെ സങ്കടപ്പെടുത്തുന്ന ഭയത്തിന്റെ ദുരാത്മാവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഓ, അതിനെ സ്വീകരിക്കുക. ആത്മാവിന്റെ ഒരു ഇടപെടൽ നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുക. കരം വെച്ച് പ്രാർത്ഥിക്കുക. കരം വെക്ക്. ആ ദുരാത്മ മണ്ഡലം പൊട്ടട്ടെ. ആ ഭയപ്പെടുത്തുന്ന ദുരാത്മാവ് പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ചോദ്യങ്ങൾക്ക് ഏതാ മറുപടി ലഭിക്കട്ടെ. അത് പോട്ടെ. അത് ഇറങ്ങി പോകുക. ആ ഭയം വിട്ടുപോവുക ശരീരത്തിൽ നിന്ന്. കമാൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, രാത്രിയിൽ നിന്നെ ഭയപ്പെടുത്തുന്ന ദുരാത്മാവുണ്ട്. ആമേൻ. അപ്പോൾ ഇരുട്ടിന്റെ അകത്ത് നിന്നെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ശത്രുവിന്റെ ഒരു മഹാമാരിയുണ്ട്. എന്ന് പറഞ്ഞാൽ ലൂസിഫറിന്റെ സാമ്രാജ്യമെല്ലാം കൂടെ ഒറ്റക്കെട്ടാട്ട് നിന്നിട്ട് ഒരു മഹാമാരി പോലെ നിന്നെയും നിന്റെ കുടുംബത്തിന്റെ മുകളിൽ നിന്നെ തകർത്ത് കളയുവാൻ അവൻ പദ്ധതിയിട്ട് ഇറങ്ങി വരുന്നുണ്ട് രാത്രി കാലങ്ങളിൽ. അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവര് മാത്രം ഒരു ഹല്ലേലൂയ പറ. ആമേൻ. ഈ സത്യങ്ങൾ ഈ വിശകലനത്തിലോട്ട് കടക്കുമ്പോൾ നിങ്ങളുടെ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്താണ് പറഞ്ഞത്? രാത്രി നിന്നെ ഭയപ്പെടുത്തുന്ന ദുരാത്മാവ്, രാത്രി നിന്നെ ഭയപ്പെടുത്തുന്ന ഇരുട്ടിന്റെ ശക്തികൾ, വാക്യമാറ് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി എന്ന് പറഞ്ഞാൽ നിന്നെ രോഗങ്ങൾ കൊണ്ടിടുവാൻ, അപകടങ്ങൾ കൊണ്ടിട്ട് നിന്നെ കൊന്നുകളയുവാൻ, നിന്നെ കൊണ്ട് വിഷം കുടിപ്പിക്കുവാൻ, നിന്നെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുവാൻ, പെട്ടെന്ന് രോഗങ്ങൾ വന്ന് നിന്നെ ലോകത്തുനിന്ന് മാറ്റിക്കളയുവാൻ ഒരു മഹാമാരി എന്ന് പറഞ്ഞാൽ ലൂസിഫറിന്റെ സാമ്രാജ്യം ഒറ്റക്കെട്ടായി നിന്നെ അറ്റാക്ക് ചെയ്യുവാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പൽക്കാലം എത്ര പേർക്കൊരു സ്തോത്രം പറയാൻ പറ്റുമോ? എന്താ സ്തോത്രത്തിന്റെ കാരണമെന്നറിയാമോ? ഈ സൈന്യം ഒറ്റയ്ക്ക് വന്നാലോ, ഒറ്റക്കെട്ടാട്ട് വന്നാലോ നിന്നെ സംരക്ഷിക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവ് നിനക്കുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ജീവനോട് ഇരിക്കുന്നത് തമ്പുരാന്റെ കൃപയാല. നിന്നെ ഭയപ്പെടുത്തി ഒരു സൈന്യം മുഴുവനും നിന്നോട് യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരുമ്പോൾ നീ അറിയാത്ത മണ്ഡലത്തിലിരുന്ന് അതിനെ തടയുന്ന ഒരു ദൈവമുണ്ട് നിനക്ക്. ഓ, എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കണ്ടുപിടിക്കാൻ പറ്റാത്തതുപോലെ, ആർക്കും തടയാൻ പറ്റാത്ത ശത്രു സൈന്യത്തെ തടയുവാൻ ഈ ഉലകത്തിൽ ഒറ്റ മനുഷ്യരേ ഉള്ളൂ. അവന്റെ പേര് യേശു എന്ന. ശത്രു എത്ര മഹാമാരിയുമായി ഇറങ്ങി വന്നാലും അതിനെ തകർക്കുന്ന അതിന്റെ ഒരു ആയുധം പോലും നിന്നെയോ നിന്റെ തലമുറയോ തൊടാത്തവണ്ണോ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്. അത് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക. അപ്പോൾ രാത്രിയിൽ നിനക്കെതിരെ പ്രവർത്തിക്കുന്ന അദൃശ്യ മണ്ഡലങ്ങളിൽ നിന്ന് പോരാടുന്ന ശത്രുവുണ്ട്. ഇരുട്ടിൻ്റെ അകത്ത് ഒറ്റക്കെട്ടാട്ട് നിന്നോട് പോരാടുന്ന അനേകം ശത്രു സൈന്യങ്ങളുണ്ട്. വാക്യമാറി തന്നെ പറയുന്നു, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയോ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ ആകാശം നല്ല ദിവസമെന്ന് പറയുമ്പോൾ ആ തെളിവിൻ്റെ അകത്ത് നിന്റെ കണ്ണിൻ്റെ പിന്നപ്പുറത്തിരുന്ന് നിന്നെ സംഹരിക്കുവാൻ ഇറങ്ങി വരുന്ന ദുഷ്ട സാന്നിധ്യങ്ങൾ ഉച്ച സമയത്തുമുണ്ട്. എന്നിട്ട് നീ ജീവനോട് ഇരിക്കുന്നത് ആ തമ്പുരാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തത് കൊണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, ഭൂലോകരുടെയോ അധോലോകരുടെയോ മുഴക്കാല് മടക്കുന്ന ഒറ്റ നാമമേ ഉള്ളൂ. ആ നാമത്തിന്റെ പേര് യേശു. ആരാധിക്കാൻ യേശുവിന് ആരാധന കൊടുക്ക. എടാ, ഈ മഹാമാരിയിൽ നിന്ന്, നിന്റെ ഭയത്തിൽ നിന്ന്, അവൻ തൊടുത്തുവിടുന്ന അസ്ത്രത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്ന ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അവന്റെ പേര് പ്രാഗൽഭ്യത്തോടെ വിളിച്ചു പറയട്ടെ, അത് നാസറേത്തുകാരനായ യേശുവ. യേശു നിന്റെ ദൈവമെങ്കിൽ എടാ, കൊന്നു പോകേണ്ട സ്ഥലത്ത്, നീ തകർന്നു പോകേണ്ട സ്ഥലത്ത് ദൈവം നിന്നെ കരുതും. ഹല്ലേലൂയ.
എന്നിട്ട് പറയുന്ന വാക്യമേഴ്, നിന്റെ വശത്ത് 1000 നിന്റെ വലത്ത് ഭാഗത്ത് 10,000 വീഴും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ ഉച്ച സമയത്ത് രാത്രിയിലും ഈ ലോകത്തെ ഭരിക്കുന്ന ദുഷ്ടസേനകൾ നിന്റെ മുൻപിൽ അവർ 1000-ങ്ങളെയും 10,000-ങ്ങളെയും ഇടത്തും വലത്തും കൊന്നു വീഴ്ത്തും. ആ വചനത്തിന്റെ അർത്ഥം ഇതാണ്, ആ വീഴുന്നവരുടെ മധ്യത്തിൽ സ്വർഗം നിന്റെ ജീവനോടെ നിർത്തും. ദൈവത്തിന്റെ വചനം പറയുന്നു, എങ്കിലും അത് നിന്നോട് അടുക്കത്തില്ല. 1000-ങ്ങളെ കൊന്നു തള്ളിയാലോ 10,000-ങ്ങളെ കൊന്നു തള്ളിയാലോ നിന്റെ തലയിലെ ഒരു രോമം നഷ്ടപ്പെടുത്താതെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേര് യേശുവെന്നാ. നല്ലപോലെ കരങ്ങൾ അടിച്ചു. പോരാ പോരാ. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ പേടിക്കരുത്. ഒരു സ്തോത്രം പറ. തമ്പുരാൻ ഇത്രയും വിശദീകരണങ്ങൾ തന്നിട്ട് പറയുകയാണ്, നീ പേടിക്കരുത്. എന്നിട്ട് പറയാണ്, അതൊന്നും നിന്റെ അടുത്ത് വരുത്തില്ല. ഈ ഉറപ്പ് തരാൻ പിണറായി വിജയന് പറ്റത്തില്ല. ഈ ഉറപ്പ് തരുവാൻ നരേന്ദ്രമോദിക്ക് പറ്റത്തില്ല. ഈ ഉറപ്പ് തരാൻ ഈ ഉലകത്തിലെ ഒരുത്തനും കഴിയത്തില്ല. ഉറപ്പ് തരാൻ കഴിവുള്ളവൻ ഞാൻ വിശ്വസിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവ. ആ യേശു പറയുന്നു, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ പേടിക്കരുത്, അവയൊന്നും നിന്റെ അടുത്ത് വരുത്തില്ല. എടാ, നിന്നെ അടുത്ത് പോലും വരാൻ അനുവദിക്കാതെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നല്ല സ്വർഗമുണ്ട്. റന്ധനാർ സഭാ ശഖറേ ദേമന റമനദിയ ധാരബാ ശഖറബലദിയ ആത്മാവിൽ കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്ക. ഒരു വലിയ ദൈവ സാന്നിധ്യം, ഒരു വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങുകയാ. റംധനെ ലബനെ ശവനെ വിശ്വസിക്കുന്നവരെ തൊടാതിരിക്കുവാൻ തക്കവണ്ണം സ്വർഗം നിനക്ക് വേണ്ടി കർത്താവിന്റെ രക്തത്താൽ നിന്നെ മുദ്രയിട്ട് മാറ്റി നിർത്തിയിരിക്കുക. അതുകൊണ്ട് സ്വർഗം പറയുന്നു, നിങ്ങൾ ഭയപ്പെടരുത്. നിന്റെ കുടുംബത്തിലുള്ളവര്, നിന്റെ ദേശത്തിലുള്ളവര്, ദിനം പ്രതി 10,000-കണക്കിന് ആൾക്കാരെ ഈ ശത്രു വെട്ടി വീഴ്ത്തുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ പേടിക്കരുത്, ഇവയൊന്നും നിന്റെ അടുത്ത് വരുത്തില്ല. സ്തോത്രം. സന്തോഷമുണ്ടോ ഇത് കേട്ടതിൽ? ഇനി ചിലരുടെ സന്തോഷം പോവും. ആരോടാ തമ്പുരാൻ ഇത് പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? ഇരുട്ടിൽ സഞ്ചരിക്കുന്ന, ഇരുട്ടിലെ ഭയത്തെയും ഉച്ചയ്ക്ക് സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഇതിനൊന്നും ഭയപ്പെടരുതെന്ന് ആരോടാ പറഞ്ഞത്? സങ്കീർത്തനം 10:9 അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവരോടാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായവർ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ദൈവത്തിന്റെ തിരുവചനം, ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്ന നിനക്ക് വേണ്ടിയുള്ളതാ. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഭയം, ഉച്ചയ്ക്ക് വരുന്ന സംഹാരദൂതൻ നിന്റെ വീടിന്റെ അകത്തുനിന്ന് മാറിപ്പോകണമെങ്കിൽ, നിന്റെ തലമുറയിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ നിങ്ങൾ വസിക്കുന്നവനായിരിക്കണം. സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ നിങ്ങൾ പാർക്കുന്നവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു യോഹന്നാനെ പോലെ യേശുവിന്റെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുവാൻ മനസ്സ് കാണിക്കുന്ന നിന്നെ തൊടുവാൻ ഒരു ദുഷ്ടശക്തിയെയോ സ്വർഗം അനുവദിക്കത്തില്ല. ഒരു ഭയമോ നിന്റെ ജീവിതത്തിൽ വരുത്തില്ല. ഒരു സംഹാരകനോ ഒരു മൂർത്തികൾക്കോ നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്ന് നിന്നെയോ നിന്റെ തലമുറയോ തൊടുവാൻ അനുവദിക്കത്തില്ല. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ ആരെങ്കിലും വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വചനം വിളിച്ചു പറയുന്നു, നിങ്ങൾ ഭയപ്പെടരുത്, അവയൊന്നും നിന്നോട് അടുക്കത്തില്ല. നല്ലപോലെ കരങ്ങൾ തൊട്ട് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക. ഒരു വലിയ അന്ധകാര ശക്തിയുടെ കെട്ടിനെ പൊട്ടിക്കുന്ന ഒരു ദൈവിക അഭിഷേകം.
എടാ നിന്റെ തലമുറയുടെ മുകളിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രിയിലെ വട്ടമിട്ട് കറങ്ങുന്ന അന്ധകാര ശക്തിയെ പൊളിക്കുന്ന ഒരു പോൽക്കാലമാ. കരങ്ങൾ ചേർത്തൊളിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക. യെസ്, ഹല്ലേലൂയ. അടുത്ത കേട്ടോണേ, 9:3 പറയുന്നു, അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. സ്തോത്രം. എന്താണ് പറഞ്ഞത്? അവൻ നിന്നെ, എടാ തമ്പുരാൻ നിന്നെ വേട്ടക്കാരുടെ കെണിയിൽ അകപ്പെടാതെ സൂക്ഷിക്കും. നെഞ്ചിലോട്ട് കൈവച്ചിട്ട് തൻ്റെ അടുത്തോട് പറയണം, രാത്രിയിൽ ഇറങ്ങി വരുന്ന സംഹാരദൂതൻ, ഉച്ചയ്ക്ക് വ്യാപരിക്കുന്ന സംഹാരദൂതൻ, ആമേ, നിനക്കൊന്നും എന്നെ തൊടാൻ പറ്റത്തില്ല. കാരണം ദൈവം എന്നോട് പറഞ്ഞു, അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നു വിടുവിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കുഞ്ഞ് ഇന്നും ജീവനോട് ഇവിടെ വന്നിരിക്കുന്നത് ആ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നു സ്വർഗം നിന്നെ വിടുവിച്ചത് കൊണ്ടാ. അതുകൊണ്ടാ സ്വർഗം പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്, നിന്നോട് ഇതൊന്നും അടുക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ അത്യുന്നതന്റെ മറവിൽ വസിക്കാൻ തീരുമാനമെടുക്കുന്നവർ കരങ്ങൾ നല്ലപോലെ ചേർത്തൊഴിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക. ഹല്ലേലൂയ. സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുവാൻ നീ മനസ്സ് കാണിച്ചാൽ ഒരു സംഹാരകനോ നിന്നെയോ നിന്റെ കുടുംബത്തെയോ നിന്റെ തലമുറയോ നശിപ്പിക്കാതെ അതിൽ നിന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നല്ല ദൈവമുണ്ട് നമുക്ക്. അവന്റെ പേര് യേശു എന്നാണ്. അവന്റെ പേര് യേശു എന്നാണ്. ആമേൻ. ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാണ്. ഞാൻ അറിയാത്ത സമയത്ത് പോലും ഇത്രയും സംഹാര ദൂതന്മാർ, കൊല്ലുവാൻ വരുന്ന മരണദൂതന്റെ അകത്ത് നിന്ന് എന്നെ ഇതുവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വന്ന ഒരു സ്വർഗമുണ്ടെന്ന് അറിഞ്ഞാൽ എങ്ങനെ സന്തോഷിക്കാതിരിക്കുക? കമോൺ കമോൺ കമോൺ. നല്ലതുപോലെ കരങ്ങളടിച്ച് എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഭയപ്പെടരുതെന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ സങ്കീർത്തനം 18:4 പറയുന്നു, അവൻ അസ്ത്രമെയ്ത് അവരെ ചിതറിച്ച് മിന്നലയച്ച് അവരെ തോൽപ്പിക്കും. എടാ ദുഷ്ടപിശാചേ, ഉച്ചയ്ക്ക് നീ അസ്ത്രമെറിഞ്ഞാലോ, ഉച്ചയ്ക്ക് നീ അമ്പുകൾ മറവിന്റെ കീഴിൽ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നവന്റെ മുകളിൽ നീ അമ്പെയ്ത് വിട്ടാലോ, അതിനെ അമ്പെയ്ത് വിട്ട് അതിനെ ചിതറിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അങ്ങനെ ഒരു ദൈവം എനിക്ക് സ്വർഗത്തുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവൂ, വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവൂ. നീ ഹൃദയത്തിന്റെ അകത്തൊന്ന് കണ്ട് നിനക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ശത്രു അമ്പെയ്യുമ്പോൾ, ശത്രു മരണദൂതനെ അയക്കുമ്പോൾ സ്വർഗത്തിരുന്ന് ഒരുവൻ മിന്നലയച്ച്, അവൻ മിന്നലയച്ച് ആ ശത്രുക്കളെ ചിതറച്ചു കളയോ. അങ്ങനെയൊക്കെ ദൈവത്തിന്റെ ആത്മാവെന്നോട് പറയുന്നു, തലമരണമുകളെ ശത്രു എഴുതി വിട്ടിരിക്കുന്ന സകല ആയുധത്തിനെയും മിന്നലയച്ച് ചിതറപ്പിക്കുന്ന ഒരു പാൽക്കാലമാ. ആത്മാവിൽ കരമടിച്ച്, ആത്മാവിൽ കരമടിച്ച് ഇവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ, ആരാധന ഉയരട്ടെ. തലമരണ മുകളിൽ ഇറങ്ങി വരുന്ന മരണദൂതന് എഴുതി കളയുന്ന ഒരു ദൈവമുണ്ട്. മിന്നലയച്ച് തീർക്കുന്ന ഒരു സ്വർഗസ്ഥ പിതാവ് നമുക്കുണ്ട്. കത്തട്ടെ കത്തട്ടെ, കത്തുകയറട്ടെ കത്തുകയറട്ടെ ശിവന്റെ നാമത്തിൽ, കത്തുകയറട്ടെ ശിവന്റെ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 10:17 ഇങ്ങനെ വായിക്കുന്നു, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. സ്തോത്രം. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. നിങ്ങൾക്ക് അതിൻ്റെ 10:1 വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു, താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി അയച്ചു. എത്ര മനോഹരമാണ്! നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വായിച്ചു വിട്ടതാണ്, പക്ഷെ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ?
പെട്ടെന്ന് 70 പേരെ അങ്ങ് തെരഞ്ഞെടുത്തു. തമ്പുരാൻ അങ്ങനെ ചിലതിനെ തെരഞ്ഞെടുക്കുന്ന പെട്ടെന്നായിരിക്കും. സ്തോത്രം. ഇന്നലെ വരെ ആർക്കും വേണ്ടാത്തതായിരിക്കും, മഹാ കള്ളുകൂടിയനായിരിക്കും, മഹാ അടിപിടിക്കാനായിരിക്കും. പക്ഷെ പെട്ടെന്ന് ചിലതിനെ അങ്ങ് തിരഞ്ഞെടുക്കും കർത്താവ്. സ്തോത്രം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ ഉള്ള ഒരാളാണ് ഞാൻ. 20 വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് എന്നെ അങ്ങ് തിരഞ്ഞെടുത്തു. മദ്യപിച്ച് നടക്കുമ്പോഴും അടിയുണ്ടാക്കി നടക്കുമ്പോഴും തമ്പുരാൻ അങ്ങ് തോന്നി ഇവൻ കൊള്ളാമെന്ന് എന്നെ അങ്ങ് തിരഞ്ഞെടുത്തു. സ്തോത്രം. ആമേൻ. അങ്ങനെ പെട്ടെന്ന് 70 പേരെ തിരഞ്ഞെടുത്തിട്ട് അവരോട് പറയുകയാണ്, എന്നിട്ട് വചനം പറയാണ്, താൻ, അതായത് യേശു കർത്താവ് ചെല്ലാനുള്ള ഓരോ പട്ടണത്തിലോട്ടും ഓരോ സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി അയച്ചു. സ്തോത്രം. ആ വചനത്തിന്റെ മർമ്മം നിങ്ങൾക്ക് മനസ്സിലാക്കി ഇരിക്കാൻ പറ്റത്തില്ല. ഈ 70 പേരെ തെരഞ്ഞെടുത്തിട്ട് തമ്പുരാൻ പറഞ്ഞു വിട്ടത് താൻ, അതായത് യേശു ഏത് ദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുവോ, യേശു കർത്താവ് ഏത് സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്നുവോ, യേശു ഏത് വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു, അവിടോട്ട് ഇവരെ അയച്ചു. സ്തോത്രം, സ്തോത്രം. ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് കൈമാറാം. നീ ഒരു ഭവനത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നതേ അത് സ്വർഗത്തിൻ്റെ നിയോഗമാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ചില ദേശങ്ങളിലോട്ട് നീ ഉള്ളംകാല് ചവിട്ടി നിന്ന് അവിടെ കർത്താവിനെ പ്രസംഗിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നാമ്പറയിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നീ ചില ഭവനത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടും. കാരണം എന്താണെന്നറിയാമോ? വചനം പറയുന്നു, യേശു തനിക്ക് മുമ്പായിട്ട് ചില ശിഷ്യന്മാരെ ചില ഭവനത്തിലോട്ട്, ചില ദേശത്തിലോട്ട്, ചില സ്ഥലത്തിലോട്ട് അയച്ചു. ഓ, എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ഇന്ന് നീ മനസ്സിലാക്കുക, നീ കടന്നു പോയിട്ടുള്ള ഓരോ ദേശങ്ങൾ, നീ പോയി പ്രാർത്ഥിച്ചിട്ടുള്ള ഓരോ ഭവനങ്ങൾ, അതിനെ യേശു വിസിറ്റ് ചെയ്യാൻ സമയമായി. ഓ റിബന ശബ, ആന്തരിക അർത്ഥം മനസ്സിലായവ. എടാ, നീ ഒരിടത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നീ പോയതല്ല, സ്വർഗം നിന്നെ തെരഞ്ഞെടുത്ത് വിട്ടതാ. അത് എന്തിനാണെന്നറിയാമോ? യേശു അവിടെ ചെല്ലുന്നതിന് മുമ്പേ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. ഓഹോ, എന്തോ ഒരു ദൈവ സാന്നിധ്യമാ. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക. റബാ ലബാ ശബാ റബാ ലബാ. ആമേൻ. എനിക്ക് കേൾക്കണേ. അപ്പോൾ യേശുവിന് പോകാനുള്ളിടത്തോട്ടാണ് നിങ്ങളെ വിട്ടത്. ഇതിനകത്ത് ദൈവവേല ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ദൂത് നിങ്ങൾക്കുള്ളതാണ്. എന്നെ മീഡിയയിൽ കൂടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ, സഹോദരി സഹോദര, നിന്നെ പെട്ടെന്ന് തിരഞ്ഞെടുത്തതായതുകൊണ്ടാണ് സ്വർഗം നിന്നെ ചില ഭവനത്തിലോട്ടും ചില ദേശത്തോട്ടും ചില പട്ടണത്തിലോട്ടും നിന്നെ അയക്കുന്നത്. അതിൻ്റെ അർത്ഥം അതിൻ്റെ പിറകിൽ നിന്റെ ബുദ്ധിയല്ല, അത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഹോ, ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എന്നെ കാണിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, യോഹന്നാൻ യേശുവിൻ്റെ മുന്നോടിയായി വന്നു. ഹല്ലേലൂയ. യേശു വരുന്നതിന് മുമ്പ് യോഹന്നാൻ ഈ ഭൂമിയിൽ വന്നത് യേശുവിൻ്റെ പാത നിരപ്പാക്കുവാനാ, യേശു എന്ന കുഞ്ഞാടിനെ ലോകത്തിന് വെളിപ്പെടുത്താനാ. അങ്ങനെയെങ്കിൽ യേശു ഒരു ഭവനത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് നിന്നെ പറഞ്ഞു വിട്ടത് യേശുവിനെ നിന്നിൽ കൂടെ അവിടെ വെളിപ്പെടുത്തി. യേശു തന്നെ ദൈവമെന്ന് നിന്നിൽ കൂടെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം നിന്നെ അയച്ചതാണെന്ന് പറഞ്ഞ, ഓ, എത്ര പേർക്ക് അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ പറ്റും? എന്റെ പാൽക്കാലം അങ്ങനെ ചിലതിനെ സ്വർഗം അയക്കാൻ പോകുക. ഓ, അങ്ങനെ പുതിയ ചിലതിന് സ്വർഗം അയക്കാൻ പോകുക. യേശു കയറിയ ഭവനത്തിലോട്ട്, യേശു കയറിയ ദേശത്തിലോട്ട് അതിനു മുൻപേ നിങ്ങളെ അയക്കാൻ പോകുന്ന അഭിഷിക്തന്മാരും അഭിഷിക്തകളുമാണ്. നോക്കണേ, ഇതുകൊണ്ടാണ് ഞങ്ങളെപ്പോൾ ഒരു വിളിച്ചു പറയുന്നത്, ദൈവവേലയെ പോലെ അനുഗ്രഹപ്രദമായ മറ്റൊരു ജോലി ഉലകത്തിലില്ല. അപ്പോൾ ഈ 70 പേർക്കുണ്ടായ സന്തോഷം, അവര് പറയുകയാണ്, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കീഴടങ്ങി പോലും. സ്തോത്രം.
ഈ 70 പേരെ 70 കുഞ്ഞാടുകളെ അയച്ചത് ചെന്നായ്ക്കളുടെ മധ്യത്തിലാണ്. പക്ഷേ ഈ 70 പേരിൽ ഒരാൾ പോലും കുറഞ്ഞു പോകാതെ 70 പേരും തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കർത്താവേ. അതിന്റെ കാരണം പറയുകയാണ്, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങി. എങ്ങനെയാണ്? ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങി. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി എന്ന് പറയുമ്പോൾ മറ്റെന്തൊക്കെ കൂടെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞതിന്റെ ആശയം ഇതാണ്, കർത്താവേ, ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ രോഗി സൗഖ്യമായി, കണ്ണില്ലാത്തവർക്ക് കണ്ണുണ്ടായി, നടക്കാത്തവർ നടന്നു. അത് മാത്രമല്ല, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. അതാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിന്നെ ദൈവം ഒരിടത്തോട്ട് പറഞ്ഞു വിട്ടാൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് മതിയാവും. സ്തോത്രം. സന്തോഷത്തിനുണ്ടായ കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ ഭൂതങ്ങൾ ചിലരുടെ ശരീരത്തു നിന്ന് വിട്ടുപോയത് ഞങ്ങൾ കണ്ടു. ആമേൻ. നമുക്ക് വായിക്കുമ്പോൾ അതല്ലേ മനസ്സിലാകുന്നത്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? ആ 70 പേര് വന്നിട്ട് പറയുകയാണ്, കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഭൂതങ്ങൾ കീഴടങ്ങി എന്ന് പറയുമ്പോൾ ഈ 70 പേർക്കൊരു കാര്യം നല്ലതുപോലെ അറിയാം. ഈ നിമിഷം വരെ യേശുവല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കിയവരാരും ബൈബിളിലില്ല. അങ്ങനെയെങ്കിൽ ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭൂതങ്ങളെ പുറത്തായി കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ രോഗി സൗഖ്യമായി കർത്താവേ, അതവർക്ക് സന്തോഷമുണ്ടാക്കി. ഞാനിവിടെ നിന്ന് ആത്മാവിലൊരു കാര്യം പറയാം. വർഷങ്ങളായിട്ട് ശുശ്രൂഷിച്ചു എന്നുള്ളതല്ല, ദൈവം നിന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഈ 70 പേരെ അന്നേരം തെരഞ്ഞെടുത്ത് അയച്ചവർ പോയ വഴിക്ക് തിരിച്ച് സന്തോഷത്തോടെ വന്നിട്ട് പറയുന്നു, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. അവർക്ക് മഹാസന്തോഷം. അവർ മനസ്സിലാക്കിയിട്ടുള്ള പത്രോസ്, യാക്കോബ്, യോഹന്നാന്, സെബദി മക്കള്, ശിമയോന്, ഇവരാരും ഇതുവരെ ഒരു ഭൂതങ്ങളെ പുറത്താക്കിയിട്ടില്ല. ഇവരൊരു രോഗികളെ സൗഖ്യമാക്കിയിട്ടില്ല. 3.5 വർഷം കൂടെ നടന്നവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾക്ക് ചെയ്തു. അതവർക്കൊരു മഹാസന്തോഷമായി. ആമേൻ. അവർക്കറിയാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, യേശു മാത്രമേ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം യേശു ചെയ്തത് എനിക്കും നിനക്കും ചെയ്യാൻ കഴിയും. പോരാ, അതിനൊന്നും ഇങ്ങനെ നിങ്ങൾ മറുപടി തന്നാൽ പറ്റത്തില്ല. സ്തോത്രം. നിങ്ങൾ കരം വെച്ചാൽ ഭൂതങ്ങൾ പുറത്താകുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രതികരിച്ചാൽ പറ്റത്തില്ല. സ്തോത്രം. നല്ലതുപോലെ ശക്തിയോടെ ദൈവത്തിന് ആരാധന കൊടുക്കുക. എടാ, നിനക്ക് തരുന്ന അധികാരം ചെറുതല്ല കേട്ടോ. ഈ ലോകത്തിലെ ഒരു പോലീസുകാർക്ക് ഒരു ഭൂതങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രൈം മിനിസ്റ്റർമാർക്ക് ഭൂതങ്ങളെ കാണാനോ തൊടാനോ പറ്റത്തില്ല. പക്ഷെ നിസാരമായ നീ, ബാബു എന്ന് പേരുള്ള നീ, ജോണി എന്ന് പേരുള്ള നീ, സാബു എന്ന് പേരുള്ള നീ, ശോശാം എന്ന് പേരുള്ള നീ, തങ്കപ്പൻ എന്ന് പേരുള്ള നീ, നീ പ്രാർത്ഥിച്ചാൽ ഭൂതങ്ങൾ പുറത്താകുമെന്ന് പറഞ്ഞാൽ ഇങ്ങനൊന്നും ആരാധന കൊടുത്താൽ പറ്റത്തില്ല കേട്ടോ. ശക്തിയോടെ ആരാധന കൊടുക്ക. നിന്റെ മുകളിൽ ദൈവം ഇട്ടിരിക്കുന്ന പദ്ധതി വലുതാണെന്ന് ഇന്ന് പാൽക്കാലം വെളിപ്പെട്ട് വരട്ടെ. സ്വർഗം നിന്റെ മുകളിൽ ഇട്ടിരിക്കുന്ന പദ്ധതി വലുതാ. ഒരു സാധാരണ വ്യക്തിയോടല്ല, ഭൂതങ്ങളെ പോലും അധികാരത്തോടെ ശാസിച്ച് പുറത്താക്കാനുള്ള ഒരു ദൈവകൃപയുടെ വ്യാപാരം. കരങ്ങൾ നല്ലപോലെ അടിച്ച് എന്റെ ദൈവത്തിന് മൗനം കൊടുക്ക. അപ്പോൾ കൂടെ നടന്ന 12 ശിഷ്യന്മാർ ചെയ്യാത്ത അത്ഭുത പ്രവൃത്തി ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ട 70 പേര് ചെയ്തു. ഇന്നോട് സ്വർഗം പറയുന്നു, ഇതിന്റെ അകത്തുനിന്ന് ചിലരെ അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ബ്രദർ, സ്വർഗം എന്നോട് പറയുന്നു, എന്താണ് അങ്ങയുടെ പേര്? മത്തായിച്ചാരോട് കർത്താവ് പറയുന്നു, പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് വീഴാൻ പോകുക. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പലരും നിന്നെ തള്ളിക്കളഞ്ഞു,
പലരും നിന്നെ മുൻപോട്ട് വിട്ടില്ല. എന്നാൽ ഇന്ന് പാൽക്കാലം സ്വർഗത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അകത്ത് 70 പേരിൽ ഒരുവൻ നീയാണെന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ആമീൻ കൊടുത്തു. നീ കരം വെക്കുന്നിടത്ത് ഭൂതങ്ങൾ പുറത്തു പോകും. നീ പ്രാർത്ഥിക്കുന്നിടത്ത് രോഗികളെ സൗഖ്യമാകും. അച്ഛൻ അത് വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ചാട്ടെടുക്ക. ദൈവത്തിന്റെ വചനം പറയുന്നു, മുൻപന്മാരെ പലപ്പോഴും പിൻപന്മാരാക്കും. വർഷങ്ങളായിട്ട് ദൈവരാജ്യത്തിനകത്ത് ശുശ്രൂഷിച്ച് നടന്ന പലരെയും തള്ളി മാറ്റിയിട്ട് നിന്നെ മുമ്പോട്ട് തള്ളിക്കൊണ്ടു പോകുന്ന ഒരു സ്വർഗമുണ്ട്. ജോലി ബ്രദറെ, നിന്റെ മുകളിൽ അത്തരം ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ സ്വർഗം പറയുന്നു, നിന്റെ മുകളിൽ വാഗ്ദത്തമുണ്ട്. ആ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്നെ സ്വർഗം എണ്ണിയിട്ടുണ്ട്. നീ കയറി ചെല്ലുന്നിടത്ത് രോഗികളെ സൗഖ്യമാകും. നീ കയറി ചെല്ലുന്നിടത്ത് ഭൂതങ്ങൾ പുറത്തു പോകും. നീയും നിന്റെ കുടുംബവും യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ അഭിഷേകം നിന്റെ മുകളിൽ വീഴുകയാ. അത് സ്വീകരിച്ച് കരമടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക. പോരാ, ശക്തിയോടെ ശക്തിയോടെ. എന്റെ വാൽക്കാലം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യേശുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെ വെട്ടി വീഴ്ത്തുന്ന, ദുഷ്ടസാന്നിധ്യങ്ങളെ വെട്ടി വീഴ്ത്തുന്ന ഒരു തമ്പുരാൻ നമുക്ക് സ്വർഗത്തുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, അവൻ സൈന്യങ്ങളെ എഴുതി ചിതറിക്കും. എന്താ അർത്ഥം എന്നറിയാമോ? നീ ഒരു ഭവനത്തിൽ നിന്ന് കടുങ്കെട്ടുള്ള ഒരു സഹോദരന്റെ തലയിൽ കൈവച്ച് സാത്താനെ ഇറങ്ങിപ്പോന്ന് പറയുമ്പോൾ ഈ സാത്താന്റെ സൈന്യം ദൂരേന്ന് പറന്നെടുക്കുക. എന്തിനാണെന്നറിയാമോ? അവര് കൂട്ടത്തോടെ കൊണ്ടിട്ടതാണ്, ഒരുവനിൽ സ്ഥാപിച്ചതാണ് ആ ഭൂതം. അതിനെ ഒരു ദൈവദാസൻ ഇറക്കി വിടാൻ ശ്രമിക്കുമ്പോൾ ഈ മഹാമാരി പോലെ ഈ സൈന്യം ഇറങ്ങി വരും. എന്തിനാണെന്നറിയാമോ? നിന്നെ തകർക്കാൻ. പക്ഷെ സ്വർഗം പറയുന്നു, അവൻ സ്വർഗത്തിരുന്ന് ഏത് ശത്രുവിനെ ചിതറിക്കും. അതുകൊണ്ടാണ് നീ സന്തോഷത്തോടെ തിരിച്ചു വരുന്നത്. ഇന്ന് ഞാൻ ദുരാത്മാവുള്ള ഒരുവന്റെ പോലെ കൈവെക്കുമ്പോൾ അത് എന്നെ അറ്റാക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സ്വർഗത്തിരുന്ന് തമ്പുരാൻ അതിനെ ചിതറിക്കുന്നത് കൊണ്ടോ. എന്താ ഒരു ദൈവശക്തിയാ! ചിതറിക്കുന്ന ഒരു ആത്മാവിന്റെ ഇടപെടൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ഒരു അഭിഷേകത്തിന്റെ തീ ചരണമളെ വ്യാപരിക്കട്ടെ. സങ്കീർത്തനം 27:3 പറയുന്നു, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ! ഒരു സൈന്യം നിന്റെ നേരെ വന്നാലും അതിനെ ചിതറിക്കുന്ന ഒരു സ്വർഗമുള്ളത് കൊണ്ട് നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്ക്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലേക്കിന് പാർക്കെ ചെയ്യുന്നവർ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും.